നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2014-നും 2021-നും ഇടയിൽ കേരളത്തിന്റെ 6000-ലധികം ഉരുൾപൊട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് 14 ജില്ലകളിൽ 13ഇടത്തും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാ വർഷവും നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ജനസാന്ദ്രത കുറവുള്ളത് അപകടത്തിന്റെ തീവ്രത കുറയ്ക്കുന്നു. പശ്ചിമഘട്ടത്തിൽ ജനസാന്ദ്രത കൂടുതലാണ്. അടുത്തടുത്തുള്ള വീടുകളുള്ളത് പ്രദേശവാസികളുടെയും കുടുംബാംഗങ്ങളുടെയും അപകട സാധ്യതയ്ക്ക് കൂടുതൽ സാഹചര്യം ഒരുക്കുന്നു. ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉരുൾപൊട്ടൽ കുറവാണെങ്കിലും അപകട സാധ്യത കൂടുതലാണെന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലെ ഉരുൾപൊട്ടൽ ഗവേഷകനായ അച്ചു എയിൽ 2024 ഉരുൾപൊട്ടലിനെ കുറിച്ച് നടത്തിയ പഠനം പറയുന്നു. 2017-നും 2022-നും ഇടയിൽ രാജ്യത്തുണ്ടായ മൊത്തം ഉരുൾപൊട്ടലിലെ 59% കേരളത്തിലാണ് നടന്നത്. ഇക്കാലത്ത് സംസ്ഥാനത്ത് 2239 ഉരുൾപൊട്ടലുകൾ സംഭവിച്ചെന്നും 2022-ൽ പാർലമെന്റിൽ അവതരിപ്പിച്ച രേഖ പറയുന്നു. ഇക്കാലയളവിൽ ദേശീയതലത്തിൽ ആകെ 3782 ഉരുൾപൊട്ടലുകളാണ് സംഭവിച്ചത്. ഇതിൽ നിന്ന് തന്നെ സംസ്ഥാനം എത്രത്തോളം ദുരിതബാധിത മേഖലയാണെന്ന് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച കണക്കുകൾ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പക്കലുണ്ട്. 2018-ലും 2019-ലും പ്രളയമുണ്ടായിട്ടും അധികൃതർ ഗൗരവമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് വയനാട് ദുരന്തം പറയുന്നത്. ISRO 2022-ൽ നടത്തിയ പഠനമനുസരിച്ച് കേരളത്തിൽ 13% ഭൂമിയും ഉരുൾപൊട്ടലിന് സാധ്യത ഉള്ളതായാണ്. ഈ പ്രദേശങ്ങളിൽ ഇടുക്കി, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, വയനാട് ജില്ലകളും ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണ്. 2018-ലെ പ്രളയത്തിന് ശേഷം വെള്ളപ്പൊക്ക സാധ്യതയുള്ളതായി തരംതിരിക്കുന്ന പ്രദേശത്ത് 3.46% വർധനവുണ്ടായിട്ടുണ്ടെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ മഴയുടെ വർധനവാണ് ഇതിന് കാരണമെന്നും അച്ചു എയിൽ പറഞ്ഞു. ഉരുൾപൊട്ടലിന് പ്രധാന കാരണം അമിതമായ മഴയും ഉറപ്പില്ലാത്ത മണ്ണും ദുർബലമായ പാറകളുമാണെന്ന് കേരള സർവകലാശാലയിലെ ജിയോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിൻ കുമാർ കേസ് പറഞ്ഞു. അമിതമായ മഴ, മണ്ണിന്റെ ഉറപ്പിലുണ്ടായ വ്യത്യാസം, കാലാവസ്ഥ കാരണം ദുർബലമായ പാറകൾ എന്നിവ ഒരുപോലെ രൂപപ്പെടുമ്പോൾ മണ്ണിടിച്ചിൽ സംഭവിക്കുമെന്നും സജിൻ വിശദീകരിച്ചു. ഭൂപ്രദേശത്തിന്റെ ചെരിവ് 20 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടുതലാണ്. വയനാട് ഉൾപ്പെടെ പശ്ചിമഘട്ടത്തിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ചരിവ് 20 ഡിഗ്രിക്ക് മുകളിലായതിനാൽ ഈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള അമിതമായ മഴ കാരണം ഉരുൾപൊട്ടലിന് 20 ഡിഗ്രി ചെരിവ് പോലും ആവശ്യമില്ലെന്നും അച്ചു ചൂണ്ടിക്കാട്ടി. അമിതമായ മഴ പെയ്യുമ്പോൾ 10 അല്ലെങ്കിൽ 15 ഡിഗ്രി ചെരിവുകളിൽ പോലും ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്നും ചൂണ്ടിക്കാട്ടുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അതിശക്തമായ മഴയും സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതിയുമാണ് ഉരുൾപൊട്ടലിന് പിന്നിലെ പ്രധാന കാരണമെന്നും കോട്ടയം ഗവൺമെന്റ് കോളേജിലെ ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ദിലീപ് കുമാർ PG പറയുന്നു. ഭൂപ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുന്നതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത്. അമിതമായ മഴ മണ്ണിന്റെ ഉറപ്പില്ലാതാക്കുകയും നീങ്ങാൻ സഹായകമാക്കുകയും ഒടുവിൽ അത് ഉരുൾപൊട്ടലായി മാറുകയും ചെയ്യുന്നെന്നും ദിലീപ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു. 2023-30ലേക്കുള്ള സംസ്ഥാനത്ത് കാലാവസ്ഥ വ്യതിയാന ആസൂത്രണ രേഖ പ്രകാരം കേരളത്തിൽ അസാധാരണമായ ചൂടും മഴയും അനുഭവപ്പെടുന്നുണ്ടെന്നും 14 ജില്ലകളിലും താപനില വർദ്ധിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു. എല്ലാ ജില്ലകളിലും ശരാശരി വാർഷിക മഴയുടെ തോത് ഉയരുമെന്നും വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ കൂടുതൽ വാർഷിക മഴ ലഭിക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ വനനശീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ സംഭവങ്ങളെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാവിയിൽ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കാൻ സൂക്ഷ്മതലത്തിലുള്ള കാലാവസ്ഥ വ്യതിയാന ലഘൂകരണ പദ്ധതികൾ ആവശ്യമാണെന്നും ദിലീപ് കുമാർ പറഞ്ഞു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ ഭൂപടങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും ഉരുൾപൊട്ടിയ ശേഷവും വെള്ളവും മണ്ണും മറ്റു അവശിഷ്ടങ്ങളും ഒഴുകാൻ സാധ്യതയുള്ള റൂട്ടുകൾ പ്രവചിക്കുന്ന ഭൂപടങ്ങൾ ഇന്ത്യയിലില്ലെന്നും സജിൻ ചൂണ്ടിക്കാണിച്ചു. ഇത്തരം ഭൂപടങ്ങൾ സൃഷ്ടിച്ചാൽ നമുക്ക് മുൻകൂർ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും കഴിയും. ഉദാഹരണത്തിന് സ്വിറ്റ്സർലാൻഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടുകൾ പ്രവചിക്കാൻ ഇതിനകം തന്നെ ഒരു സംവിധാനം നിലവിലുണ്ട്. പ്രകൃതി ദുരന്തം ലഘൂകരിക്കാനുള്ള തയ്യാറെടുപ്പും പ്രതിരോധവും ലഘൂകരണവും പരിസ്ഥിതി ഭരണത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. ജിയോളജി, എഞ്ചിനീയറിംഗ്, റവന്യൂ, കൃഷി തുടങ്ങി വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇതിനാവശ്യമാണ്. ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയെക്കുറിച്ച് പഠനം നടത്തിയ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ മനോജ് കുമാർ പറഞ്ഞു. പ്രദേശത്തിന്റെ ഉയരം, മണ്ണിന്റെ തരം, നീർത്തടത്തിന്റെ സവിശേഷതകൾ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ പ്രത്യേക പാരിസ്ഥിതിക നയങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു വിശദമായ സർവേയിലൂടെ പ്രദേശങ്ങളെ അപകട സാധ്യതയുള്ള വിഭാഗങ്ങളായി തരംതിരിക്കണം. വെല്ലൂർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം കേസിൽ സുപ്രീം കോടതി അംഗീകരിച്ച മുൻകരുതൽ തത്വവും മലിനീകരണവും തത്വവും പാരിസ്ഥിതിക ഭരണത്തിന് അത്യാവശ്യമാണെന്നും മനോജ് കുമാർ എടുത്തു പറഞ്ഞു.
ദുരന്ത നിവാരണ നിയമത്തിന്റെ 31-ാം വകുപ്പ് ഓരോ ജില്ലയ്ക്കും ദുരന്ത നിവാരണ പദ്ധതികൾ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും ഭൂവിനിയോഗം, നിർമ്മാണം, വസ്തുക്കൾ എന്നിവയ്ക്ക് ഈ നിയമത്തിന് സമഗ്രമായ നയചട്ടക്കൂടില്ലെന്നും മലയോര മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക നിയമങ്ങളും ദുരന്തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വയനാടിന്റെ ഉൾപ്രദേശങ്ങളിലെ പാറഖനനം, പരിസ്ഥിതി ദുർബല മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടുകൾ, വനനശീകരണം എങ്ങനെ നിരവധി കാര്യങ്ങൾ ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. 1984 നടന്ന ഉരുൾപൊട്ടലിൽ 14 പേരാണ് മരിച്ചതെങ്കിൽ ഇന്ന് അത് 300 കടന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വർദ്ധിച്ചെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും. 1980-കൾക്ക് മുൻപേ വയനാട് അടക്കമുള്ള പശ്ചിമഘട്ട മേഖലകളിൽ ക്വാറികൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിന് തടയിടേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൈയും കെട്ടി നോക്കിയിരുന്നു. ക്വാറി മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നേതാക്കളും പാർട്ടികളും ഉദ്യോഗസ്ഥരും സമ്പന്നരായി. നഷ്ടം സാധാരണ ജനങ്ങൾക്ക് മാത്രം.